Welcome back to Lighthouse channel. Hi friends, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം IELTSന്റെ സ്കോർ നമുക്ക് എങ്ങനെ കൂട്ടാമെന്നുള്ളതാണ്. കാരണം IELTSനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, IELTS പഠിച്ചിട്ട് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം IELTS പഠിക്കുന്ന ഒരാൾ എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ അതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് IELTS ഫസ്റ്റ് അറ്റംപ്റ്റിൽ 7.5 ടോപ്പ് സ്കോർ നേടിയെടുക്കാൻ സാധിച്ച ജിമിയാണ്. ജിമി ഇപ്പോൾ UK NHS നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ജിമ്മിയുടെ അഭിപ്രായത്തിൽ ജിമ്മി IELTSനെ ജിമ്മി ട്രൈ ചെയ്യുന്ന കാലത്ത് IELTS എത്ര ടഫായിരുന്നു, ഇന്നത്തെ കഴിഞ്ഞും കൂടുതൽ ടഫായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. യെസ്, ബാക്കല്ലേ? വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ഒരു മോഡ്യൂളിൽ തന്നെ ഒരൊറ്റ വൺ സിറ്റിങ്ങിൽ തന്നെ 4 മോഡ്യൂളിലും 7 നിർബന്ധമായിരുന്നു ഞാൻ എഴുതുന്ന സമയത്ത്. സോ ഇറ്റ് വാസ് റിയലി ഡിഫിക്കൽട്ട് ടു അച്ചീവ്. We all thought it was difficult to achieve, but when I get through the exam, I realized that it was not that difficult. അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ഒന്നും അല്ല IELTS. പക്ഷേ നമ്മളുടെ ആ അപ്രോച്ച്, നമ്മൾ എങ്ങനെ ഓരോ മോഡ്യൂളിനെ നമ്മൾ നേരിടണം എന്ന് അറിഞ്ഞിരുന്നാൽ, നമുക്ക് അതിന് മതിയായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് IELTS പാസ്സാകാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ആളുകൾ അതുകൊണ്ടാണല്ലോ പാസ്സാകുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്പീക്കിങ്ങിനെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആകുന്ന, സ്പീക്കിങ്ങിന് പറ്റിയ ഒരു ഗൈഡ് ലൈൻ ആയിട്ട് തന്നെ അത് തന്നെ പറയാം. നമുക്ക് ചില പോയിന്റ്സ് ഒക്കെ പറയാം. അത് എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മളെപ്പോഴും നമ്മൾ മലയാളികൾ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഈവൻ ഇൻക്ലൂഡിങ് മീ, നമ്മൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷുകാർ വരെ സംസാരിക്കുന്നത് അതിനൊരു താളമുണ്ട്. ഇറ്റ് ഹാസ് എ പ്രോപ്പർ വേ ഓഫ് സ്പീക്കിംഗ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ സ്ലോ ആയിട്ട് സംസാരിക്കണം. വി ഹാവ് ടു സ്പീക്ക് ഇറ്റ് സ്ലോലി such that everybody can understand, everybody can listen it properly. So that's the first point I would like to emphasize on a speaking module. ഇപ്പോൾ ജിമ്മി പറഞ്ഞു വരുന്നത്, ഈ ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും ബ്രിട്ടനിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും സ്പീഡിന്റെ കാര്യത്തിൽ ബ്രിട്ടീഷുകാരാണ് സ്പീഡ് കുറവ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? അത് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവരുടേതായ ഭാഷയായിട്ട് ചിലപ്പോൾ അവർ ഫാസ്റ്റായിട്ട്, രണ്ട് ബ്രിട്ടീഷുകാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഫാസ്റ്റായിട്ട് സംസാരിക്കാം. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വളരെ സ്ലോ ആയിട്ട് സംസാരിക്കണം. എപ്പോഴും പറയുന്ന കാര്യം കുറച്ച് വ്യക്തതയോടുകൂടി പറഞ്ഞാൽ കൂടുതൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ എക്സാമിന് ചിലപ്പം ഇംഗ്ലീഷുകാരി ആയിരിക്കണമെന്നില്ല. ഞാൻ എക്സാം എഴുതിയ സമയത്ത് ഷി വാസ് ഫ്രം Tamil Nadu. So what I did, I was talking very slowly such that she could understand it properly what I was speaking. So അതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി എനിക്ക് പറയാനുള്ളത്, എന്ത് സംസാരിച്ചാലും we have to speak things in a simple way. എന്താണെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക്. സിമ്പിൾ വേ എന്ന് പറയുമ്പോൾ, നമ്മൾ എക്സാമിനറുമായിട്ട് സംസാരിക്കുമ്പോൾ എക്സാമിനർ വിൽ ആസ്ക് us so many questions. She may ask about the question I got was about cooking. അപ്പോൾ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ വലിയ കോണ്ടിനെൻ്റൽ ഫുഡിനെ കുറിച്ചും വലിയ ഡിഷിനെ കുറിച്ചൊക്കെ സംസാരിച്ചാൽ എക്സാമിൽ അതെല്ലാം കേട്ട് ഒരു ബോറടിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നമ്മളെ വീട്ടിലെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും അത് നമുക്ക് എന്തുമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ that conversation is very interesting for the examiner. So she gets involved and we get more score. സോ അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് ഞാൻ പഠിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കുറച്ചാൾ പഠിച്ചിരുന്നു. പക്ഷേ അത് അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞു, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കണം. യു ഹാവ് ടു ഗെറ്റ് ദി എക്സാമിനർ ഇൻവോൾവ് വിത്ത് യുവർ കോൺവെർസേഷൻ എന്നുള്ള ഒരു കാര്യം പറഞ്ഞു തന്നതായിട്ട് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം. ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനെ. അപ്പം സ്പീക്കിംഗ് ചെയ്യുമ്പം എന്താ പറയുക, ഇടമുറിയാതെ കണ്ടിന്യൂസ് ഒരു ഫ്ലോ ഉണ്ടാകണം.
ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ ആലോചിച്ച് നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ ഫ്ലോ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്ന അങ്ങനെ ഒരു എപ്പിസോഡ് അതിനകത്ത് ഉണ്ടാകരുതെന്ന് ഒരു ഫ്ലോ അങ്ങനെ സ്പീക്കിംഗ് എക്സാമിൽ നമുക്ക് ആപ്ലിക്കബിൾ ആണോ? അതില്ല, നമ്മളിപ്പം ഒരു IELTS എക്സാം, റിയൽ എക്സാം, ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഫോർച്ചുനേറ്റ്ലി ഐ ഗെറ്റ് ത്രൂ ദാറ്റ് എക്സാം. ഇതൊരു കോൺവെർസേഷനാണ്, സ്പീക്കിംഗ് മോഡ്യൂൾ. സോ വി സിറ്റ് ഓപ്പോസിറ്റ് ഓഫ് ദി എക്സാമിനർ. ഷീ ആസ്ക് you so many questions and you answer all the questions if possible. Sometimes if you do not know, you can just say that sorry, I don't know the answer. So that's fine. That doesn't mean she's going to, or he or she is going to take your marks off. പക്ഷേ ഇത് എപ്പോഴും ഒരു കോൺവെർസേഷൻ നമ്മൾ എപ്പോഴും we have to give some space. I mean, when you speak one sentence, if you don't pause it for the listener to listen it and think it, the listener won't get the idea, so the conversation is lost there. That's why I'm saying make it simple so that the listener can understand it properly, what you are talking, what you are trying to convey. Conversation is only for understanding. നമ്മുടെ വലിയ പദപ്രയോഗങ്ങളൊന്നും എടുത്തലക്കേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് പറയാൻ രണ്ടാമത്തെ പോയിന്റ്. സിമ്പിളായിട്ട് സംസാരിക്കുക. ഇനി വേറെ ഒരു കാര്യം എനിക്ക് മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, ഇറ്റ് ഷുഡ് ബി അപ്രോച്ചബിൾ. അതെന്താണെന്ന് വേണേൽ ചോദിക്കാം. ബി അപ്രോച്ചബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളൊരു അപ്രോച്ചബിൾ പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ബോഡി ലാംഗ്വേജ് അത് എക്സ്പ്രസ് ചെയ്യും. എങ്ങനെ നമ്മൾ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ. അപ്പം വി ഷുഡ് ബി വെരി ഓപ്പൺ മൈൻഡഡ് to everything and anything. അതെങ്ങനെ പ്രേക്ഷകർക്ക് അതെങ്ങനെ ഈ ഓപ്പൺ ആണ് എന്ന് എങ്ങനെ നമ്മുടെ ബോഡി ലാംഗ്വേജ് അതിന്റെ എക്സ്പ്രഷൻ അങ്ങനെയായിരിക്കും. നമ്മൾ ആളുകൾ പറയുന്നത് ഞാൻ ഇങ്ങനെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചും അതേക്കുറിച്ച് ഈ എക്സാമിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഞാനിങ്ങനെ വായിച്ച സമയത്തൊക്കെ പറയുന്നത്, നമ്മൾ കൈ കെട്ടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ്ഡ് ആണ്. ഓക്കെ. മറിച്ച് നമ്മൾ കൈ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ബട്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, ഞാനിവിടെ ഇംഗ്ലണ്ടിൽ വന്നതിന് ശേഷം മനസ്സിലാക്കിയത് ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ കൂടുതലായിട്ട് താങ്ക് യു, പ്ലീസ്, ഈ രണ്ട് വേർഡുകൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് വിച്ച് യു ഹാവ് ടു പ്രാക്ടീസ് ആൻഡ് യൂസ് ഇറ്റ് എവറി ടൈം when you get a chance. So if you say, as soon as you enter into the examination room, the examiner tell you, he or she may tell you, oh, you sit down. Then you have to say thank you, madam or sir, whatever it is. So that's very important. അത് നമ്മുടെ ലാംഗ്വേജ് കൂടുതൽ പൊളൈറ്റ് ആക്കണം. അത് പൊളൈറ്റ് ആക്കുന്നത് മാത്രമല്ല, നമ്മൾ they get a good impression about us. Oh, this boy or this girl, she's good. Okay, she's well mannered. So ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാനേഴ്സിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. നമ്മളുടെ മലയാളത്തിലെ പോലെ എടാ പോടാ എന്നുള്ള നമ്മൾ പറയാ നീങ്ങവ എന്ന് ഇവിടെ ഒരിക്കലും പറയില്ല. ഇവിടെ പറയുമ്പോൾ എപ്പോഴും യു മേ പ്ലീസ് കം, എപ്പോഴും പ്ലീസ് ഉപയോഗിക്കും ഇവിടെ. അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം, ഇവൻ ഒരു സിംഗിൾ, ഇപ്പം ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും നമ്മളിങ്ങനെ ഒരു നാരോ റോഡിലൂടെ പോവാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഒതുങ്ങി നിന്നാൽ ഇവർ താങ്ക്സ് പറയും. അത് വലിയ കൾച്ചറാണ്. അപ്പം നമ്മളത് വി ഹാവ് ടു അഡാപ്റ്റ് ദാറ്റ് കൾച്ചർ and make sure that we are practicing it and that help us to get a better score. ഒരു മാനർ ബേസ്ഡ് കൾച്ചറാണ് അത്. തീർച്ചയായിട്ടും അത് നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്തൊക്കെ ചെറിയൊരാളൊരു കസേരയൊക്കെ ഇട്ടുന്നാണ് ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ പറയാനുള്ള അറപ്പ് മാറി കിട്ടും. കൾച്ചർ ചേഞ്ച് ആവണം. നമ്മുടെ കൾച്ചർ അല്ല, നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന രീതി നമുക്ക് മാറ്റമുണ്ട്. അപ്പൊ പ്ലീസും താങ്ക് യും കൂടുതൽ നമ്മൾ ചേർത്ത് നമ്മൾ പ്രയോഗിക്കുമ്പോഴും എപ്പോഴും പറയുമ്പോഴും അപ്പം നമ്മളത് കൂടുതൽ പ്രയോഗിച്ചാൽ നമുക്ക് ഒത്തിരി ബെനിഫിഷ്യൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്രോച്ചബിളാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യവും നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യാം. അത് ഒരു ഇംഗ്ലീഷ് എന്നല്ല, എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിലും അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ഈ ഫോറിനേഴ്സിൻ്റെ ഒരു കൾച്ചറാണ്. യു ക്യാൻ ഒപ്പോസ് എനിത്തിങ് ബട്ട് ദാറ്റ് ഷുഡ് ബി പൊളൈറ്റ്. അത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യരുത്. അതാണ് ലാംഗ്വേജ് കോൺവെർസേഷനിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഹർട്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, നമ്മൾ കൾച്ചറിനെ കുറിച്ച് പറയുകയാണ്. ഇപ്പം നമ്മൾ ഏതൊരു കൾച്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒരു ഫുഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം, നമ്മുടെ ഒപ്പീനിയൻ നമ്മളെപ്പോഴും പറയുന്നത് I would like to say that is my opinion, or you can say in my opinion I think. So that means it's only your opinion and you are not making it as a clear opinion for everybody else. So it's only your opinion. It can be changed or it can be a different one, but you can always say that I think. So that words, if you use it to oppose something, I think you have a better chance in the speaking. So every time when you say something which you do not like, you can say that I think, in my opinion, in my point of view, what in my view, or you can say that as far as I am concerned. So that means it's only my concern, it's not your concern. So these kind of talks always helps you a lot, so that the examiner understand that you're well mannered and you know what is what. So it's very important. അത് കുറച്ച് എക്സാമ്പിൾ പറയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നിയത് ഇപ്പം നമ്മൾ ടോക്ക് ചെയ്യുമ്പം മറ്റൊരാളുടെ റിലീജിയനെ കുറിച്ച് സംസാരിക്കുക, അപ്പം നമുക്കത് ഒപ്പോസ് ചെയ്യുമ്പം ആ ഈ റിലീജിയനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഒരു ഇംപ്രഷൻ ഉണ്ടാകും എന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഏതൊക്കെ ഒരു സ്പീക്കിംഗ് ടൈമിൽ നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള ടോപ്പിക്സുകളിലൊക്കെയാണ് ഈ ഇഷ്യൂ കടന്നു വരുന്നത് ചാൻസ്? അത് ഏത് ടോപ്പിക്കും വരാം. നമ്മൾക്കിപ്പോ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിപ്പോൾ ഫുഡിനെ കുറിച്ച് സംസാരിച്ചത്, ഇപ്പം ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു വാട്ട് സോർട്ട് ഓഫ് ഫുഡ് യു ലൈക്ക്. ഞാൻ പറഞ്ഞു ഐ ലൈക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ്. സോ വാട്ട് ആർ ദ അതർ ഫുഡ്സ് in India? So I said there are different sort of food in India. North Indian food is entirely different from South India. So then I asked, why do you like South Indian food? So I just said my mom prepare all this sort of food and I like the taste of it, so I like it. That doesn't mean the North Indian food is bad. Yeah. But that is only my mom cooks some dishes which I like. So genuinely I like South Indian food. So I'm not objecting, I'm not saying that North Indian or a Western food is bad. So in my opinion, South Indian food, I mean, because I have experience of taking South Indian food and I never had any issues with the food or there's no health issues. So I think South Indian food is quite a good food, but I don't know much. Then I can always say that I don't know anything about the North Indian food or Western food. Fine. That is sorted. So that's how you tackle every situations which can cause a friction. I think you got my point. That's all about a few tips. But I just request you to subscribe this channel, and we will come up with so many other other conversations. It's all about the writing, reading and listening, and more tips about speaking, and that's it. Thank you. Registration process ne kuch dekhiyo എനിക്ക് വേറെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒത്തിരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ജസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇവിടെ വന്ന് കണ്ടതിൽ ഞാൻ ശരിക്കും ഒരു നമ്മൾ മലയാളികളൊന്നും അധികം നമ്മൾ ശരീര ഉപയോഗിച്ച് സംസാരിക്കുക, ശരീരഭാഷയിൽ അധികം ഒന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ്. പക്ഷെ ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലാക്കി എന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ വളരെയധികം ശരീരം ഉപയോഗിച്ച് കോൺവെർസേറ്റ് ചെയ്യുന്നവരാണ്. എപ്പോഴും അവർ തോൾ ഉപയോഗിക്കും. എപ്പോഴും നോ എന്ന് പറഞ്ഞാൽ, നമ്മൾ നോ എന്ന് പറയുമ്പം വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നോ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും തോൾ നോ, അവർ സേ നോ. So if anything something very strong they have to say, they raise their arm and say no. So നമുക്കിതൊക്കെ നമുക്കും ശരിക്കും പ്രാക്ടീസ് ചെയ്യാം. ഇത് ശരിക്കും ഈ നോൺ വെർബൽ കോൺവെർസേഷനാണ്, വേ ഓഫ് കോൺവെർസേഷനാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോ എന്നിങ്ങനെ എടുത്ത് കാണിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് നോ എന്ന് പറയുന്നതിനേക്കാളും വളരെ എഫക്റ്റീവാണ് ഈ നോ. അപ്പോൾ ഈ നോൺ വെർബൽ കോൺവെർസേഷൻ നമുക്ക് എങ്ങനെ അത് നമുക്ക് നമ്മുടെ ഈ നോൺ വെർബൽ കോൺവെർസേഷൻ ശരിക്കും പറഞ്ഞാൽ കോൺവെർസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ മലയാളികൾ അത് വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ, കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിത് എങ്ങനെ ഈ നോൺ വെർബൽ കോൺവെർസേഷൻ നിങ്ങളുടെ ഡെയിലി ലൈഫിലേക്ക്, നിങ്ങളുടെ സ്പീക്കിംഗ്
സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് എനിക്കൊരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പം നമുക്ക് ഒരു ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ എക്സാമിനോട് സംസാരിക്കും. ബട്ട് വൺസ് വി ആർ ഔട്ട് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, there is nobody else to talk to. So how can you manage this scenario? So just when you go home, you stand in front of the mirror and start talking. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാണ് ഇത് കിട്ടുന്നത്? നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അപ്പിയറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. ഇറ്റ് കംസ് അപ്പ്. അത് ഒത്തിരി ബെനിഫിഷ്യലാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഡെയിലി ഒരു 10 minutes, ഒരു 15 minutes ഒക്കെ നിങ്ങൾ മിററിന് മുമ്പിൽ കുളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് മിററിന് മുമ്പിൽ നിന്ന് ഐ ആം ജോഷുവ, ഐ ഡു ദിസ്, ഐ ഡു ദാറ്റ്, ഡു ഇറ്റ്. You can, that is very beneficial. I think it's quite important to know all this kind of talking styles and things like that, which helps you to get a good score. ഇത് ഒരു ആക്ടിങ് പോലെ ആദ്യം ഫീൽ ചെയ്യുമെങ്കിലും പിന്നീട് അത് പ്രാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരിക്കലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ മെത്തേഡ് പിന്നെ റിയൽ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഭിനയം ഒട്ടും അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഈ മെത്തേഡുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. പിന്നീട് റിയൽ സിറ്റുവേഷനിൽ അഭിനയിക്കുമ്പോൾ ഒരു ജെന്യൂൻ ആയിട്ട് തന്നെ അവരങ്ങോട്ട് നാച്ചുറൽ ആയിട്ട് തന്നെ അതങ്ങ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സിറ്റുവേഷനിലും നമ്മൾ നോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ മാത്രമല്ല, നമ്മൾ മൊത്തത്തിലുള്ള ടോക്കിങ്ങിനകത്ത് നമ്മുടെ ബോഡി അത് എക്സ്പ്രസ് ചെയ്യും. അതിൻ്റെ ഒരു മീനിങ് കുറച്ചുകൂടി എംഫസൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ നമ്മുടെ ബോഡി ആക്ഷൻസ് വരുന്നത്. മലയാളികൾ പൊതുവെ പറയുമ്പം നോ എന്ന് പറഞ്ഞാൽ ആ മൗത്തിൻ്റെ ഇത്ര ഭാഗം കൊണ്ട് നോ എന്ന് പറഞ്ഞിട്ട് ബാക്കി ബോഡി എല്ലാം സ്റ്റില്ലായിരിക്കുന്ന സിറ്റുവേഷൻ ബോഡി എക്സ്പ്രസ് ചെയ്യുന്നില്ല, ശരിക്കും അതിൻ്റെ മീനിങ് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ബ്രിട്ടനിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ആൾക്കാർ സംസാരിക്കുമ്പോൾ അത് മാക്സിമം അത് നാച്ചുറലായിട്ട് മാക്സിമം അത് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇന്ത്യയിലുള്ള ഒരാളോടല്ല സംസാരിക്കേണ്ടത്, ബ്രിട്ടനിൽ വരുമ്പോൾ ബ്രിട്ടീഷ് ജനതയോട് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സംസാരം അവരെ പോലെ ആയെങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ 100% വിജയകരമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എയിൽസിൽ വരുമ്പോഴും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഈ എല്ലാ തലങ്ങളിലും അവർ അസസ് ചെയ്തിട്ടാണ് നമുക്ക് നല്ല സ്കോർ കിട്ടും. അപ്പോൾ അതിലൊരു അത് പറ്റിയൊരു പുതിയൊരു മെത്തേഡ് തന്നെയാണ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ഈ കണ്ണാടി മുമ്പിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു പുതിയമായ കാര്യമൊന്നുമല്ല. ഇപ്പം വലിയ വലിയ ഒറേറ്റേഴ്സൊക്കെ ആ വലിയ ലോങ് സ്പീച്ചും അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഓഫീസേഴ്സൊക്കെ അവരെ കോൺഫിഡൻസ് കിട്ടാനായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ വലിയ കോർപ്പറേറ്റ് മാനേജേഴ്സൊക്കെ നെക്സ്റ്റ് ഡേയിൽ ഒരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരിതൊക്കെ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ അവരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നവരുണ്ടായിരുന്നു ബിഗിനിങ്ങിലൊക്കെ. വൺസ് ദേ ആർ യൂസ്ഡ് ടു ഓൾ ദോസ് സിറ്റുവേഷൻസ് then it is fine.